ചളിങ്ങാട് അക്ഷര സാംസ്കാരിക സംഘത്തിന്റെ നേതൃത്വത്തിൽ PA ഹുസൈൻ അനുസ്മരണവും ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഫസ്റ്റ് എയ്ഡ് CPR പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു. ചളിങ്ങാട് ദിയോ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കയ്പമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ R സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അക്ഷര സാംസ്കാരിക കേന്ദ്രം രക്ഷാധികാരി TS മുസ്തഫ അധ്യക്ഷനായി. TV സുരേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഭാരവാഹികളായ PA ഫൈസൽ, PH റസാഖ്, ഷബിത റഷീദ്, സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. NDRF ഇൻസ്പെക്ടർ GC പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശീലനം നൽകിയത്. അപ്പോൾ ഇന്ന് ഈ ഒരു സെഷൻ തുടങ്ങുന്നതിന് മുന്നേ ഈ ഒരു സെഷൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് പോലും എനിക്ക് തോന്നുന്നു ഹുസൈൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതനുസരിച്ചായിരിക്കും നിങ്ങൾ അദ്ദേഹത്തെ എല്ലാ വർഷവും ഓർക്കുന്നതും ഇങ്ങനൊരു ദിവസം അദ്ദേഹത്തിന് മെമ്മോറിയലൈറ്റ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവ് നിത്യശാന്തി നേരത്തുകൊണ്ട് നമുക്ക് ഈ സെഷൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 മണിക്കൂർ നേരത്തെ ഈ സെഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പല തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോൾ പലരും ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവാം, അനുഭവിച്ചിട്ടുണ്ടാവാം, അതല്ല ഇപ്പോൾ TV കണ്ടിട്ടുണ്ടാവാം, അതല്ല മറ്റെന്തെങ്കിലും തരത്തിൽ ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ജോലിയിലും ഭാഗമായിട്ടാവാം, അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ദുരന്തം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നാൽ, നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാവുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവിടെ നിന്ന് തുടങ്ങി നിങ്ങൾക്ക് കുറച്ച് മെഡിക്കൽ ഫസ്റ്റ് എയ്ഡിനോട് ബേസ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ബ്ലീഡിങ് ഒരുപാട് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കയ്യോ കാലോ ഒടിഞ്ഞാൽ എന്ത് ചെയ്യണം, പെട്ടെന്ന് ആക്സിഡന്റ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഒരാളെ പെട്ടെന്ന് ബോധം കിട്ടി ഞാനിപ്പോൾ ഈ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നു നിന്നിട്ട് ബോധം കിട്ടുന്ന ആഴ്ചയ്ക്ക് വീണാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഭക്ഷണം കൊണ്ടേ കുടുങ്ങിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ ഒരു സെഷനിൽ. അത് കൂടാതെ നമുക്ക് സമയം കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഫയർ എമർജൻസി, വാട്ടർ എമർജൻസി, അതുകൂടാതെ ഇതുപോലുള്ള ഓരോ സബ്ജക്റ്റ് ടോപ്പിക്കായിട്ട് സെലക്ട് ചെയ്ത് നമുക്ക് എടുത്തിട്ട് പോകാം.